ഇതാണ് കോക്കേഴ്സ് വാക്ക്. ഇവിടെ നോക്കിയാല് പഴനി ആണ്ടവർ കോവിൽ, മധുര മീനാക്ഷി കോവിൽ ഇവയൊക്കെ കാണാം. ഇതിന്റെ മുകളിൽ ഒരു വലിയ ടെലസ്കോപ്പ് ഉണ്ട്. അതിലൂടെ നോക്കിയാലേ കാണാൻ കഴിയും. മുകളിൽ കയറി നോക്കാം സാറേ. ഒരാൾക്ക് 50 വയസ്സേ ഉള്ളൂ. എന്താ സാർ? ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. അങ്കിൾ ഒന്ന് ചേർന്ന് നിൽക്കേ. റെഡി? താങ്ക് യു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ യൂറിൻ മൂത്രം. ഓ ഇറ്റ്സ് ഓൾറൈറ്റ്, ഇറ്റ്സ് ഓൾറൈറ്റ്. നിനക്ക് സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, കയറണ്ട. നിങ്ങൾ കണ്ടിട്ട് വാ മോളെ. ഇതിലൂടെ നോക്കിയാല് 100 ഇരട്ടി വലിപ്പത്തിൽ കാണാം. ഞാനൊന്ന് നോക്കട്ടെ. കാശിടണം. അതാണ് വൈഗൈ ഡാം. ഹായ്, വളരെ അടുത്ത് കാണാം. മധുര മീനാക്ഷി ക്ഷേത്രം കാണുന്നില്ല. നിശ്ചയുള്ളത് കൊണ്ട് ശരിക്കും കാണാൻ കഴിയില്ല. ഈ സ്ഥലം ഏതാ? നോക്കട്ടെ. അത് കമ്പം. ഹായ്, ബ്യൂട്ടിഫുൾ. പെരിയോളം ടൗൺ. ഈ വില്ലേജ് ഏതാ? തേനി. ഇനി പഴനി ആണ്ടവർ കോവിൽ. നിക്ക് സാറേ. ഇറങ്ങി വേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സാർ ഞാൻ സാർ സാർ ഞാൻ ഈ ടെലസ്കോപ്പ്. എന്താ എന്താ കാര്യം? ഇവനാരാ? ഗൈഡാ. നീ ഗൈഡാണോ? ഇവിടെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഓതറൈസ്ഡ് ഗൈഡുകളുണ്ട്. അവരെ വേണം വിളിക്കാൻ. അല്ലാതെ കണ്ടിടത്തൊക്കെ അലഞ്ഞു നടക്കുന്ന ഇവനെയൊക്കെ കൊണ്ടാടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഇൻസ്പെക്ടർ, കണ്ടിട്ട് ആള് കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു. ഹീസ് എ പൂർ ബോയ്. ജീവിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഇവനെയൊക്കെ ചീത്തയാക്കുന്നത്. ഞാനൊരു പാവമാണ് സാർ. ഞാൻ പറ്റിക്കാൻ മോട്ടിക്കൊന്നും ചെയ്യില്ല. മതി മതി, നീ സ്റ്റേഷനിലേക്ക് വാ. ഐ എം സോറി സാർ. ഞാനാരെയും പറ്റിക്കൊന്നുമില്ല. ഞാനൊരു അൺഓതറൈസ്ഡ് ഗൈഡാണ്. ആരുമില്ലാത്തവൻ, അനാഥൻ. സോറി. Hi. 18 beautiful places are here. Crockett's Walk, Swiss. Raju. Raju മോനെ. എല്ലാം ഞാൻ അറിഞ്ഞടാ. ആ പരട്ട SI മിന്നലിൽ നിന്നെ അറസ്റ്റ് ചെയ്തല്ലേ? ഒരു അൺഓതറൈസ്ഡ് ഗൈഡായ നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ 200 മില്ലി അടിച്ച് ആദ്യം സന്തോഷം ഞാനാ, ഈ ഓതറൈസ്ഡ് ജോസഫ് ഏട്ടൻ. പക്ഷേ നിന്റെ ഈ ഫീലിങ്സ് കാണുമ്പോ എനിക്ക് വീണ്ടും അടിക്കാൻ തോന്നുന്നു. സോറി, എന്നേക്കാൾ കൂടുതൽ ഫീലിങ്സ് നിനക്ക. അതുകൊണ്ട് നീ അടി.
ആരെയടാ മോനെ? വേണ്ട ജോസഫേട്ടാ. വേണ്ടെന്ന് പറഞ്ഞാ ഈ ജോസഫേട്ട സമ്മതിക്കത്തില്ല. നീ കുടിക്കണം, കുടിച്ച് നിന്റെ ഫീലിങ്സ് മാറ്റണം. എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇത് മുഴുവനും കുടിക്കും. അത് പിന്നെ നിനക്ക് ഫീലിങ്സ് ആകും. അതുകൊണ്ട് രായുമോൻ കുടി, കുടി. മൂത്തോര് പറഞ്ഞാ കേക്ക്, കുടി. കുടി കുടി. കുറച്ചും കൂടെ, കുറച്ച് മുഴുവൻ മുഴുവൻ. വിളിക്കൻ ഇനി മോക്കിടന്ന. ഇനി 3 മിനിറ്റിനകം നിന്റെ എല്ലാ ഫീലിങ്സും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകും. മോനെ, നിന്റെ ഫീലിങ്സ് എല്ലാം മാറിയോ? ജോസഫേട്ടന് മാത്രമേ ഈ ലോകത്ത് എന്നോട് സ്നേഹമുള്ളൂ. നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായല്ലോടാ മോനെ. ഇനിയും ഉണ്ടടാ മോനെ, ഇനിയും ഉണ്ട്. വാതറ. പോകൃത്തരം കാണിക്കരുത്. ജോസഫ്, ജോസഫ്, നിനക്കറിയാം ഇന്നെന്റെ മനസ്സ് അത്രയ്ക്ക് വേദിച്ചടാ. നിനക്കറിയാടാ എസ് ഐ, എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീയാണല്ലടാ. നീ ആണലൈസ്ഡ് ഗൈഡാണല്ലേടാ. നിനക്ക് എന്തറിയാടാ? നിനക്ക് ഇവിടുത്തെ സ്ഥലം അറിയാം, നിനക്ക് ഈ സ്ഥലം അറിയാം, നിനക്ക് ടൂറിസ്റ്റുകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയാം. നീ 24 മണിക്കൂറും വെള്ളമല്ലടാ. കർത്താവേ, അല്പം മദ്യം ബോധത്തെ തെളിയിക്കുമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യവൻ ഫുൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി പോയല്ലോ. നീ ആരാടാ? സെന്റ് ജോസഫോ? നീ ആദർശ് ഗൈഡാണല്ലേ? ഇൻസ്പെക്ടർ മിന്നൽ ദിനേശൻ, ഞാനാടാ ഇവിടുത്തെ കളക്ടറാ. എന്റെ ഒരു മിന്നൽ. നീ മിന്നലാണെങ്കിൽ ഞാൻ ഇടിവെട്ടാടാ. പാവപ്പെട്ടനെയൊക്കെ ജീവിക്കാൻ അനുവദിക്കാത്ത നിന്നെയൊക്കെ ഞാൻ കൊല്ലും. അയാൾ കില്ലു. അവന്റെയൊക്കെ ഒരു പോലീസും നിയമവും. 4 8 കൈക്കൂലി വാങ്ങുന്ന പീറ പോലീസ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നെപ്പോലുള്ള ഏഴുകളെയൊക്കെയല്ലേ നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? കാശുള്ളവന്റെ രോമത്തിൽ തൊടാൻ പറ്റൂ? പറ്റില്ല. പിറ്റേ ദിവസം നിന്റെ തൊപ്പി എറിക്കും. ആ മേനോ സാറിന്റെ അമ്മച്ചിയുടെ മുമ്പിൽ വെച്ചാ നീ എന്നെ ഇൻസൾട്ട് ചെയ്ത്. എന്റെ മാനേഴ്സും മര്യാദെല്ലാം പോച്ച്. നിന്റെ പോലീസ് ഉദ്യോഗം ഇന്നത്തോടെ ഞാൻ നിർത്തും. നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ അവിടുത്തെ കളക്ടർ.